AWSന്റെ CLI അതായത് കമാൻഡ് ലൈൻ ഇൻ്റർഫേസ് എങ്ങനെ നമുക്ക് ഇൻസ്റ്റാൾ ചെയ്ത് കോൺഫിഗർ ചെയ്യാമെന്നുള്ളതാണ് ഈ ഒരു സെഷനിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരാൻ പോകുന്നത്. അപ്പോൾ AWSന്റെ CLI എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഓപ്പൺ സോഴ്സ് കമാൻഡ് ലൈൻ യൂട്ടിലിറ്റിയാണ്. അപ്പോൾ അത് ഉപയോഗിച്ചിട്ട് നമുക്ക് കമാൻഡ് ലൈൻ വഴി AWSന്റെ സർവീസസ് എല്ലാം തന്നെ നമുക്ക് മാനേജ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഞാനിപ്പോൾ ഈ ഒരു എക്സാമ്പിൾ കാണിക്കാൻ പോകുന്നത് നമ്മൾ ഈ ഒരു എക്സാമ്പിൾ അതായത് ഈ ഒരു ട്യൂട്ടോറിയൽ സീരീസിലെ എക്സാമ്പിൾസ് എല്ലാം തന്നെ ഞാനൊരു ഉബുണ്ടു സിസ്റ്റത്തിലാണ് കാണിക്കാൻ പോകുന്നത്. ലിനക്സിൻ്റെ ഉബുണ്ടു എന്ന് പറഞ്ഞൊരു ഫ്ലേവറിലാണ് കാണിക്കാൻ പോകുന്നത്. നമ്മൾ ലിനക്സിൻ്റെ ബിഗിനർ സീരീസ് ചെയ്തതും ഈ ഒരു സെയിം ഉബുണ്ടു വെർഷനിലായിരുന്നു, ഉബുണ്ടു ലിനക്സ് ഫ്ലേവറിലായിരുന്നു ചെയ്തത്. അപ്പോൾ ആ ഒരു സീരീസ് കണ്ടിട്ടില്ലാത്തവർ അതൊന്ന് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കറക്റ്റ് ഒരു ഐഡിയ കിട്ടും എങ്ങനെ നമുക്ക് ഈ ഒരു ലിനക്സ് ഇൻസ്റ്റാളേഷൻ നിങ്ങൾക്കൊരു വിർച്വൽ മെഷീനിൽ ചെയ്യാമെന്നും പഠിക്കുന്നതിന് വേണ്ടി സെറ്റപ്പ് ചെയ്തെടുത്ത് ഉപയോഗിക്കാമെന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും. ഓക്കെ, അപ്പം ഞാൻ ഈ ഒരു എക്സാമ്പിൾ ചെയ്ത് കാണിക്കാൻ പോകുന്നത് നമ്മുടെ ഉബുണ്ടു എന്ന് പറഞ്ഞൊരു മെഷീൻ ലാപ്ടോപ്പിൽ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്ന ഉബുണ്ടു ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ നിന്നാണ് എക്സാമ്പിൾസ് എല്ലാം തന്നെ നിങ്ങൾക്ക് ഇനി പ്രാക്ടിക്കൽസ് ചെയ്ത് കാണിക്കാൻ പോകുന്നത്. ഓക്കെ, അത് നിങ്ങൾക്ക് നമ്മുടെ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റം വെരിഫൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ കമാൻഡ് ലൈൻ ഇൻ്റർഫേസ് എടുത്ത ശേഷം cat/etc OS റിലീസ് എന്ന് പറഞ്ഞ് ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ട് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്ന ലിനക്സ് ഫ്ലേവറും അതിൻ്റെ വെർഷന് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഇപ്പോൾ ഞാനിപ്പോൾ എക്സാമ്പിൾ കാണിക്കുന്നതെല്ലാം തന്നെ ഉബുണ്ടുവിൻ്റെ 20.04 എന്ന് പറഞ്ഞൊരു LTS ലോങ് ടേം സപ്പോർട്ടുള്ളൊരു വെർഷനിൽ നിന്നുകൊണ്ടാണ് ബാക്കി എക്സാമ്പിൾസ് എല്ലാം തന്നെ ചെയ്ത് കാണിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു എക്സാമ്പിൾ ചെയ്ത് തുടങ്ങുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് നമ്മൾ ആദ്യത്തെ സെഷനിൽ ക്രിയേറ്റ് ചെയ്ത പോലെ AWSലൊരു ഫ്രീ ടയർ അക്കൗണ്ട് നിങ്ങൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കുമല്ലോ. അപ്പോൾ ആ ഒരു അക്കൗണ്ടിൽ നിങ്ങൾ ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്തിട്ട് ആദ്യം ചെയ്യേണ്ടത് നമ്മുടെ അക്കൗണ്ടിൽ വലതുഭാഗത്ത് മുകളിലായിട്ട് അക്കൗണ്ടിൽ ചെന്നിട്ട് സെക്യൂരിറ്റി ക്രെഡൻഷ്യൽസ് എന്ന് പറഞ്ഞൊരു ലിങ്ക് ക്ലിക്ക് ചെയ്യുക. അവിടെ നിങ്ങൾ ആക്സസ് കീ ID ആൻഡ് സീക്രട്ട് കീ എന്ന് പറഞ്ഞൊരു ലിങ്ക് നിങ്ങൾക്ക് ഒരു സെക്ഷൻ കാണാൻ സാധിക്കും. അത് ക്ലിക്ക് ചെയ്യുക. അവിടെ നിങ്ങൾ ക്രിയേറ്റ് ന്യൂ ആക്സസ് കീ എന്നും പറഞ്ഞൊരു ബട്ടൺ ഉണ്ട്, അത് പ്രസ് ചെയ്യുക. അപ്പോൾ ഇവിടെ ഡൗൺലോഡ് എന്നിട്ട് ഒന്നുകിൽ നിങ്ങൾക്ക് ഇവിടെ ഷോ ആക്സസ് കീ കാണിക്കാം, അവിടെ നിന്ന് കോപ്പി ചെയ്തെടുത്ത് സൂക്ഷിക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഡൗൺലോഡ് കീ ഫയൽ എന്നും പറഞ്ഞൊരു ഫയലുണ്ട്. അപ്പോൾ ഏതായിരുന്നാലും നിങ്ങൾ ചെയ്താൽ മതി. എന്നിട്ട് ഈ കീ നിങ്ങൾ സൂക്ഷിച്ച് വെക്കുക. കാരണം നമുക്ക് ഇതിനി അവസാനം AWS CLI ഇൻസ്റ്റാൾ ചെയ്ത ശേഷം കോൺഫിഗറേഷൻ പാർട്ടിൽ നമുക്ക് ഈ ഒരു കീ അവിടെ എൻ്റർ ചെയ്ത് കൊടുക്കേണ്ടതായിട്ട് ആവശ്യമുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഈ ഒരു ഷോ ആക്സസ് കീ എന്നുള്ള ഈ ഒരു ലിങ്ക് ക്ലിക്ക് ചെയ്യുകയാണ്. ഞാനിപ്പോൾ അത് ഹൈഡ് ചെയ്യുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. നിങ്ങൾക്ക് ഓരോരുത്തർക്കും സെപ്പറേറ്റ് ആയിട്ടുള്ളൊരു കീയും ആക്സസ് കീയും നിങ്ങൾക്ക് അവിടെ കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇതാണ് ഇവിടെ എൻ്റെ ആക്സസ് കീ ID-യും സീക്രട്ട് ആക്സസ് കീയും, 2 കീസാണ് നമുക്കിവിടെ കിട്ടുന്നത്. അപ്പോൾ ഇത് ഞാനൊന്ന് കോപ്പി ചെയ്തിപ്പോൾ സെപ്പറേറ്റ് മാറ്റി വയ്ക്കുകയാണ് ഇവിടെ. നിങ്ങളും അതുപോലെ ഒന്ന് കോപ്പി ചെയ്ത് വയ്ക്കുക, എവിടെയെങ്കിലും കീപ്പ് ചെയ്ത് വയ്ക്കുക, ഒരു നോട്ട് പാഡിലോ അങ്ങനെ എവിടെയെങ്കിലും കീപ്പ് ചെയ്തിട്ട് സെപ്പറേറ്റ് ഫയലായിട്ട് അത് സേവ് ചെയ്തിടുക. ഓക്കെ, അതിനുശേഷം നമുക്കിനി ചെയ്യേണ്ടത് നമ്മുടെ ഉബുണ്ടു മെഷീനിൽ ലോഗിൻ ചെയ്ത ശേഷം ഇവിടെ നമുക്ക് ഇനി AWS CLI ഇൻസ്റ്റാൾ ചെയ്യേണ്ട സ്റ്റെപ്സാണ് നമുക്കിനി ഇവിടെ കൊടുക്കേണ്ടത്. അപ്പോൾ ഇതിൽ കുറച്ച് ലിങ്ക് ഇതിൽ ഞാനിപ്പോൾ യൂസ് ചെയ്യുന്ന URL-ഉം കാര്യങ്ങളെല്ലാം തന്നെ നിങ്ങൾക്ക് ഞാനിവിടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഞാൻ ഈ ഒരു ട്യൂട്ടോറിയൽ സീരീസിന് താഴെ അങ്ങനെ കൊടുക്കാനുള്ളൊരു സ്പേസ് ഉണ്ട്, അവിടെ ഞാൻ കൊടുത്തേക്കാം. നിങ്ങൾ അവിടെ നിന്ന് അത് കോപ്പി ചെയ്തെടുത്ത് ചെയ്താൽ മതി നിങ്ങൾ എക്സാമ്പിൾ ചെയ്യുന്ന സമയത്ത്. ഓക്കെ, ആദ്യം നമുക്ക് AWS CLI നമുക്കൊന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കണം. ഒരു സിപ്പ് ഫയലായിട്ടാണ്. അതിന് ഞാനിപ്പോൾ ഒരു കമാൻഡ് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ sudo കമാൻഡ് നമുക്ക് എൻ്റർ ചെയ്യണം ഇവിടെ. ഇപ്പോൾ ഒരു സിപ്പ് ഫോർമാറ്റിൽ AWS CLI വെർഷൻ 2 ഇപ്പോൾ ഡൗൺലോഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, നമുക്കൊന്ന് LS കമാൻഡ് അടിച്ച് നോക്കാം. നമുക്ക് അവിടെ AWS CLI വെർഷൻ 2 എന്ന് പറഞ്ഞൊരു സിപ്പ് ഫയൽ നമുക്കിവിടെ ഡൗൺലോഡായി കിട്ടിയിട്ടുണ്ട്. അപ്പം നമുക്ക് നെക്സ്റ്റ് ആ ഒരു സിപ്പ് ഫയൽ നമുക്കൊന്ന് അൺസിപ്പ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ അൺസിപ്പ് കമാൻഡ് ഉപയോഗിച്ചിട്ട് ആ ഒരു ഫയൽ നമ്മളിവിടെ അൺസിപ്പ് ചെയ്യുകയാണ്. ഓക്കെ, അൺസിപ്പ് ചെയ്തു. വീണ്ടും നമുക്ക് LS കമാൻഡ് അടിച്ചു കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാൻ സാധിക്കും AWS എന്ന് പറഞ്ഞൊരു ഫോൾഡറിലോട്ട് അത് അൺസിപ്പ് ചെയ്ത് വന്നു. അപ്പോൾ നമുക്കിനി നെക്സ്റ്റ് ചെയ്യേണ്ടത് നമുക്ക് ആ ഒരു ഇൻസ്റ്റാളേഷൻ നടത്താം നമുക്ക്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ വീണ്ടും sudo കമാൻഡ് ഉപയോഗിച്ചിട്ട് ആ ഒരു AWS ഫോൾഡറിനകത്ത് ഉള്ള ഇൻസ്റ്റാൾ എന്ന് പറഞ്ഞൊരു ഫയൽ നമ്മൾ റൺ ചെയ്യുകയാണ്. ഓക്കെ, അപ്പോൾ അതൊരു ഇൻസ്റ്റാളേഷൻ ഇപ്പം കഴിഞ്ഞിരിക്കുകയാണ്. നമുക്കപ്പോൾ ഇനി ഈ ഒരു വെർഷൻ നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. AWS CLIയുടെ നമുക്ക് ഈ ഒരു വെർഷൻ നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അല്ല, ഇപ്പം AWS CLI ഇൻസ്റ്റാൾ ആയി കഴിഞ്ഞതുകൊണ്ടാണ് നമുക്കിങ്ങനെ ഒരു റിസൾട്ട് ഈ ഒരു വെർഷൻ ചെക്ക് ചെയ്തപ്പോൾ കിട്ടിയത്. അപ്പോൾ നമ്മൾ ഇത്രയായപ്പോൾ നമ്മൾ AWSൻ്റെ CLI നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ഇനി കോൺഫിഗറേഷൻ പാർട്ടാണ്. നമുക്ക് അതിലോട്ട് കടക്കാം. ഇനി AWS കോൺഫിഗർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് CLI കോൺഫിഗർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കൊടുക്കേണ്ട കമാൻഡാണ് AWS കോൺഫിഗർ എന്നും പറഞ്ഞ് എൻ്റർ ചെയ്തിട്ട്
ടൈപ്പ് ചെയ്തിട്ട് എൻ്റർ ചെയ്യുക. അപ്പോൾ നമുക്ക് ആക്സസ് കീ ഐ ഡിയാണ് ഇവിടെ ചോദിക്കുന്നത്. അപ്പോൾ നിങ്ങൾ നേരത്തെ കോപ്പി ചെയ്ത് വെച്ചിരുന്ന ആ ഒരു നമ്മൾ ഡൗൺലോഡ് ചെയ്യുകയോ അല്ലെങ്കിൽ കോപ്പി ചെയ്തു വയ്ക്കാൻ പറഞ്ഞിരുന്നു നമ്മൾ മുമ്പത്തെ സ്റ്റെപ്പിൽ. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് നമുക്ക് ആ ഒരു ആക്സസ് കീ ഉണ്ട്. ആ ഒരു ആക്സസ് കീ നമ്മളിവിടെ കോപ്പി ചെയ്ത് കൊടുക്കുക. അവിടെ നിന്ന് കോപ്പി ചെയ്തിട്ട് നമ്മളിവിടെ പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. അതുപോലെ സീക്രട്ട് ആക്സസ് കീയും ഉണ്ട്. അത് നിങ്ങളുടെ സീക്രട്ട് ആക്സസ് കീ ഏതാണോ അതിവിടെ നിന്ന് കോപ്പി ചെയ്തിട്ട് ഇവിടെ പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് എൻ്റർ ചെയ്യുക. ഇനി ഡിഫോൾട്ട് റീജിയൻ നെയിം നമ്മുടെ AWSൻ്റെ ഡിഫോൾട്ട് റീജിയൻ നെയിം നമുക്ക് ഇവിടെ ഈ ഒരു URL നമ്മൾ ഡിഫോൾട്ടായിട്ട് ഇവിടെ കൊടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് ഇവിടെ ഹോമിൽ വന്നു കഴിഞ്ഞാൽ അറിയാൻ പറ്റും. നമ്മളിവിടെ ഡിഫോൾട്ട് കൊടുത്തിരിക്കുന്ന ഒഹിയോ റീജിയനാണ്. നമുക്ക് അത് തന്നെ മതി, നമുക്ക് ചേഞ്ച് ചെയ്യേണ്ട ആവശ്യമില്ല തൽക്കാലം. അപ്പോൾ അതായത് ഒഹിയോയുടെ റീജിയൻ്റെ നെയിം വന്നിട്ട് US East 2 എന്നും പറഞ്ഞാണ് ഉള്ളത്. അപ്പോൾ നമുക്ക് ആ ഒരു ഡിഫോൾട്ട് റീജിയൻ എടുത്തിട്ട് നമുക്ക് US East 2 എന്നും പറഞ്ഞിട്ട് നമുക്കിവിടെ എൻ്റർ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് എൻ്റർ ചെയ്യാം. ഡിഫോൾട്ട് ഔട്ട്പുട്ട് ഫോർമാറ്റ് പ്രത്യേകിച്ചൊന്നും ടൈപ്പ് ചെയ്യേണ്ട, എന്നിട്ട് നമുക്ക് ജസ്റ്റ് എൻ്റർ ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ ഇത്രയായപ്പോൾ നമ്മൾ AWS CLI നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞു. ഇപ്പോൾ കോൺഫിഗറും ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ വരുന്ന പല എക്സാമ്പിൾസിലും നമുക്ക് AWS CLI യൂസ് ചെയ്യേണ്ടതായിട്ട് വരും. അതുകൊണ്ടാണ് നമ്മളിപ്പോൾ ഈ ഒരു സ്റ്റെപ്പിൽ AWS CLI നമുക്ക് എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്തിട്ട് യൂസ് ചെയ്യാം എന്നുള്ളത് നമ്മൾ നോക്കി മനസ്സിലാക്കിയത്.